വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടാണ്. കുറേ ദിവസങ്ങളല്ല, ആക്ച്വലി കുറേ മാസങ്ങളായി ചെയ്ത്. അപ്പോൾ ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോവാണ്. ഇവിടെ ഇപ്പോൾ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല, +3 ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡെനിം ജാക്കറ്റ് മാത്രമേ ഇടുന്നുള്ളൂ, അല്ലാതെ വിൻ്റർ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. 5 മിനിറ്റ്സേ ഉള്ളൂ എനിക്ക് സമയം, അതിൻ്റെ ഉള്ളിൽ ബസ് സ്റ്റോപ്പിൽ എത്താം. സോ ലെറ്റ്സ് ഗോ. പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് വേണ്ട ഒരു പാഴ്സൽ കിടക്കുന്നു. ഇത് നമ്മുടെ ഇവിടെ ഒരു ഗുജറാത്തിൻ്റെ പാഴ്സലാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അവൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ, നിങ്ങളുടെ വീടൊക്കെ കുറച്ച് മെസ്സി ആയിരിക്കും, ഒന്നും കാര്യമായിട്ടുണ്ട്. സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത്ര തണുപ്പില്ല. ഇതാണ് നമ്മൾ ഇനി സൂക്ഷിക്കേണ്ടത്. ഇതിലേക്കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് പതുക്കെ നടക്കണം, ഇല്ലെങ്കിൽ തെന്നി അടിച്ച് വീണ് പണി കിട്ടും. ഇത് കുഴപ്പമില്ല. ഡെനിം ജാക്കറ്റ് എടുത്തത് എന്തായാലും നന്നായി. തണുപ്പില്ലെന്ന് പറഞ്ഞാലും കാറ്റുണ്ട്, അത്ര വലിയ തണുപ്പില്ല. ഓക്കെ, ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഞാനിപ്പോൾ ക്രോഷറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ക്രോഷറ്റിന് വേണ്ടി അവളെ കുറച്ച് യാൺ വാങ്ങാനാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി മൈക്കിന് ചാർജ് ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ റെക്കോർഡ് ചെയ്തതൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ യാൺ വാങ്ങാൻ വേണ്ടി ഡോളർ ട്രീയിലാണ് പോയത്. ഞാൻ ഈ കാര്യത്തിൽ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചീപ്പായിട്ടുള്ളതൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിലൊക്കെ കയറി. എനിക്ക് അങ്ങോട്ടേക്ക് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന ഫ്രഷ്കോയുടെ അടുത്ത് തന്നെയാണ്. അപ്പം 10 മിനിറ്റ്സ് ബസ്സിൽ, അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് വന്നപ്പോൾ നമുക്ക് ചുമ്മാ ഡോളറാമിൽ പോവാം. എനിക്ക് അവിടെ പോകുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. പ്രത്യേകമായിട്ട് അവിടുത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനാണ്. അവിടെ ചെന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിൽ തന്നെ എനിക്കവിടെ ഇങ്ങനെ പോവുക, കാണുക, അത്രേ ഉള്ളൂ. പോവുക, കാണുക, ഇത് തന്നെ. പക്ഷെ ഞാൻ പോവുക, കാണുക മാത്രമല്ലായിരുന്നു ഇന്ന്. അതൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ ഡോളറാമയിലെ ചില സാധനങ്ങളൊക്കെ എന്നെ ഇങ്ങനെ മാടി വിളിച്ചു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വാങ്ങിക്കാതിരിക്കുക. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി. ഇന്ന് ഒരു സെക്ഷൻ ഫുൾ ഗ്രീനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ റീസൺ സെൻറ്റ് പാട്രിക് ഡേ ആണ് വരുന്നത്. എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്കും കൂടി മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. അവിടെ ഇങ്ങനെ നെയിൽ ആർട്ട് ചെയ്യുന്ന സംഭവം, കുറേ സ്കാർഫ്, പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, പിന്നെ കുറേ ഹെയർ ബാൻഡ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഹെയർ ബാൻഡ് കണ്ടപ്പം ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ ഫ്രഷ്കോയിൽ ഈ ഒരു ടൈപ്പ് ഹെയർ ബാൻഡ് വെച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ ഇങ്ങനെ പിന്നെ ഹെയർ ബുഷ്, അങ്ങനെ എല്ലാം കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും വരത്തില്ല. ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട്, പക്ഷെ ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ ഇപ്പുറത്ത് പിള്ളേരുടെ ടോയ്സിൻ്റെ സെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചറായിട്ട് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഈ ഗോൾഡ് കോയിൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇൻസ്ട്രക്ടറിനെയാണ് ഓർമ്മ വന്നത്. അത് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും 2 ഗോൾഡ് കോയിൻസ് വെച്ച് തന്നിട്ടുണ്ട്. അതായത് ഞങ്ങളിപ്പം ഏതെങ്കിലും 2 അസൈൻമെൻറ്റ് മറന്നു പോവോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 അസൈൻമെൻറ്റിന് മാർക്ക് കുറവാണ്, അപ്പോൾ അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ആ ഗോൾഡ് കോയിൻ തിരിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇത് ഈസ്റ്ററിൻ്റെ സെക്ഷനാണ്. നമുക്കറിയാമല്ലോ, ഏപ്രിലാകുമ്പം ഈസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ ഫുൾ ഈസ്റ്ററിൻ്റെ ആയിരുന്നു. ബണ്ണി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു. ഹെയർ ബാൻഡ് എല്ലാം തന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്. അതാണ് മെയിനായിട്ട് ഞാനിവിടെ പോകുന്നതിൻ്റെ കാരണം. എനിക്കിങ്ങനെ ക്യൂട്ട് ഐറ്റംസിനോടൊക്കെ ഒരു പ്രത്യേക ആക്രാന്തമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ബണ്ണിയുടെ ഒരു ലോക്കറ്റൊക്കെ വരുന്നത്. പിന്നെ ഇതെന്തോ മാലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പിള്ളേർക്കുള്ള ചെറിയ സ്കേർട്ട്, സോക്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ. ഈസ്റ്റർ തീം മെയിനായിട്ട് ബണ്ണി റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. ഹെയർ ക്ലിപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ലൊരു ക്യൂട്ട് ബാസ്ക്കറ്റ്. പക്ഷെ ഞാൻ വാങ്ങിയില്ല, ഞാനത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ക്രോഷറ്റ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ടോയ്സൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സ്റ്റഫിങ്സ് പോലത്തെ എന്താ സംഭവം. പിന്നെ കുറച്ച് ചെറിയ സ്റ്റഫീസൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ സ്റ്റഫീസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, പക്ഷെ എന്നാലും ഞാനൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഇഷ്ടം പോലെ സ്റ്റഫീസ് ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര ക്യൂട്ട്, എല്ലാം $5, $4, 50 cents അങ്ങനെയൊക്കെ വരുന്നതായിരുന്നു. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. ഞാൻ ഇതിന് മുന്നേ ഡോളറാമ എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട്, ഒരു കുറച്ച് വലിയത്. അതിന് $5 ആയിരുന്നു. ഈ ബാഗ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി, പക്ഷെ അതിന് ലെങ്ത് ഇല്ലായിരുന്നു അതിൻ്റെ സംഭവത്തിന്, ആ സ്ട്രാപ്പിന്. പിന്നെ ഇതൊക്കെ ഈസ്റ്ററിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. പിന്നെ ഇതൊരു ഗാർഡനിങ് സെക്ഷനാണ്. നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. ഇത് ഹെയർ ആക്സസറീസ്, പിന്നെ മാലാവള, അതിൻ്റെയൊക്കെ സെക്ഷനാണ്. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ എൻ്റെ അനിയത്തിമാർ പറഞ്ഞു, ഈ ഒരു ക്ലച്ച്
ഈ ക്ലച്ച് ക്ലിപ്പ് ഇപ്പോൾ ട്രെൻഡിങ്ങാണ് പോലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡോളറാമയിൽ ഈ 2 ഓപ്ഷനെ കണ്ടുള്ളൂ, പിങ്ക് എനിക്ക് വേണ്ടാന്ന് വെച്ച് ഞാൻ ഈ ഒരു ബ്ലൂ യെല്ലോ ഈ ഷെയ്ഡ് വരുന്ന ഒരു ക്ലച്ച് ക്ലിപ്പ് എടുത്തു. അവിടെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇതിനൊക്കെ, പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. അവിടെ പിന്നെ ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. എനിക്ക് പിന്നെ ഓർഗനൈസേഴ്സ് ഒത്തിരി വേണം, കാരണം എനിക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ കുറേ പെർഫ്യൂം, ഹെയർ ആക്സസറീസ്, മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും ഇവിടുന്ന് വാങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം നമുക്കറിയാമല്ലോ ഇതൊന്നും സേഫ് അല്ല, കാരണം ചീപ്പ് റേറ്റിനാണ്, അപ്പം സേഫ് ആയിരിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള പൗച്ചസും കാര്യങ്ങളൊക്കെ നല്ലതാണ്, കാരണം ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് അതിനൊന്നും ക്വാളിറ്റി അങ്ങനെ പോയിട്ടില്ല. $5 ഒക്കെ കൊടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനെയുള്ള മേക്കപ്പ് ബ്രഷസൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എത്ര ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ പാഡുണ്ട്, പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹിയർ കംസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സെക്ഷൻ ഓഫ് ദി സ്റ്റോർ, ദ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷൻ. ഇവിടുന്ന് ഞാൻ പാലറ്റൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഞാനൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് എൻ്റെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കുറേ ന്യൂ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറേ ഫ്ലവേഴ്സും പിന്നെ ബേർഡ്സും പുതിയ ജൂട്ട് ത്രെഡും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നല്ലൊരു ഡെക്കറേറ്റീവ് പീസാണ് കേട്ടോ. ഞാനൊന്നും വാങ്ങി നോക്കിയിട്ടില്ല ഇതുവരെ. പുതിയ വീടൊക്കെ എടുത്ത് മാറുമ്പോൾ വാങ്ങാം. പിന്നെ ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ യാൺ. പക്ഷേ ഇത് അത്ര കട്ടിയില്ല, മറ്റേ കട്ടിയുള്ള ബ്ലൂ അല്ല ഇതൊക്കെ. ഇതിന് ഈ കട്ടി കുറഞ്ഞതിനാണ് $4.50 വരുന്നത്. പിന്നെ ഈ $1.50 ഉണ്ട്, പക്ഷെ അത് തീരെ കുഞ്ഞതാണ്, ഒട്ടും കട്ടിയില്ലാത്ത പോലെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ബിഗിനറല്ല, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കട്ടിയുള്ളതാണ് ഇഷ്ടം. ഇതും ഒരു സ്റ്റോറേജ് ബോക്സാണ് $5. ഇതൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പിന്നെ ഈ സെക്ഷൻ ഫുള്ള് ഇങ്ങനെ സ്റ്റോറേജ് ആയിരുന്നു. എന്നോട് ദിവാൻഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഈ അലക്കാനുള്ള തുണിയൊക്കെ ഇടാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. ബാസ്ക്കറ്റല്ല, ഇങ്ങനത്തെ തുണീൻ്റെ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവന് പിങ്ക് യൂണിക്കോണിൻ്റെയാണ് എടുത്തത്. പിന്നെയാണ് ഞാൻ ഓർക്കുന്നത് അവനൊരു ബോയ് അല്ലേ, എന്നെപ്പോലെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അന്നേരം ഞാൻ നോക്കുമ്പോൾ കുറച്ചും കൂടി കപ്പാസിറ്റിയുള്ള കുറച്ചുകൂടി വലിയ ഒരെണ്ണം കണ്ടു, അതുകൊണ്ട് അത് ഞാൻ എടുത്തു. പിന്നെ എനിക്കൊരു കോട്ടൺ ടവൽ എടുക്കണമായിരുന്നു, ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു, അപ്പോൾ അങ്ങനെ ഞാൻ അത് വാങ്ങി. ഇതിൻ്റെ കൂടെ ടവൽ ഫ്രീ ആണ്. പിന്നെ ഇതൊരു സ്റ്റൂളാണ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത്. അടുത്തത് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ആയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ബുക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പുതിയ സ്റ്റോക്കാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും, എസ്പെഷ്യലി എനിക്ക്. പിന്നെ ഞാൻ ഈ ഒരു ലെമൺ കേക്ക് എടുത്തു. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഡോളർ ട്രീയിലേക്ക് പോകാമെന്ന് വെച്ചപ്പോഴാണ് കാറ്റൊക്കെ അല്ലേ തണുപ്പൊക്കെ അല്ലേ എനിക്ക് നമ്പർ 1 പോകാൻ തോന്നിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തായാലും ഡോളർ ട്രീ പോയി കഴിഞ്ഞാൽ വാഷ്റൂം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സൂപ്പർ സ്റ്റോറിൽ പോയി. സൂപ്പർ സ്റ്റോറിൽ ഞാൻ ജസ്റ്റ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ നേരെ ഡോളർ ട്രീയിലേക്ക് പോയി. അവിടെയാണെങ്കിൽ വാലന്റൈൻസ് ഡേ കഴിഞ്ഞുകൊണ്ട് എല്ലാം 50% ഓഫ് ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ എൻ്റെ യാൺ സെക്ഷനിൽ പോയി. ഞാനിപ്പോൾ പുതുതായിട്ട് ബൊക്കയിൽ വെക്കുന്ന ഫ്ലവേഴ്സാണ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഗ്രീൻ എടുത്തു. പിന്നെ ഞാൻ യെല്ലോ നോക്കി, പക്ഷേ യെല്ലോ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അത് കണ്ടോ, ഇവിടെ മൊത്തം യാണാണ്, എല്ലാം $1.50 ആണ്, പക്ഷെ നല്ല കട്ടിയുള്ള യാണാണ്. അങ്ങനെ ഞാൻ ഗ്രീൻ, പിന്നെ റെഡ്, പിങ്ക്, യെല്ലോ ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാരോ ഇല്ലെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.